കൗണ്ടർ ആപ്പ് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ വരേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോജക്റ്റ് തന്നെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് വ്യൂ ബൈൻഡിങ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വ്യൂ ബൈൻഡിങ് എനേബിൾ ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകാം. കൂടാതെ നിങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ലെസൺ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി മെയിലിൽ വരിക. അതിനുശേഷം ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഞാൻ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് ഇവിടെ TXT ഹലോ എന്ന് കാണാൻ സാധിക്കും. ഇതിനെ നമ്മൾ ഒരു കൗണ്ടറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ഞാൻ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്താക്കി സെറ്റ് ചെയ്യുന്നു, 0 ആയിട്ട് നൽകും. ഹാർഡ് കോഡർ സ്ട്രിങ് ഹലോ ജാക്ക് ഷുഡ് യൂസ് അറ്റ് സ്ട്രിങ് റിസോഴ്സ്. ഒരിക്കലും ഒരു സ്ട്രിങ് റിസോഴ്സ്, അതായത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഒരിക്കലും ഒരു വാല്യൂ ആയിട്ട് ഇവിടെ നൽകാൻ പാടില്ല. ഇതെവിടെയായിരിക്കും നൽകേണ്ടത്, അതായത് strings.xml എന്ന് പറയുന്ന ഒരു ഫയലിലായിരിക്കണം നമ്മൾ നൽകേണ്ടത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. വാല്യൂസിനുള്ളിൽ strings.xml എന്ന് പറയുന്ന ഏരിയയിൽ മാത്രമായിരിക്കണം നമ്മൾ ടെക്സ്റ്റുകൾ, അതായത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതിവിടെ സിമ്പിളായിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബൾബ് ഐക്കണെ പ്രസ് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്റ്റ് സ്ട്രിങ് റിസോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ആ റിസോഴ്സിന് ഒരു നെയിം നൽകുക. ഞാൻ ഇവിടെ കൗണ്ടർ ടെക്സ്റ്റ് എന്ന് ഞാൻ കൊടുക്കുന്നു. കൗണ്ടർ ടെക്സ്റ്റ് എന്ന് നൽകുന്നു. ഓക്കെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ string.xml വരികയാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും കൗണ്ടർ ടെക്സ്റ്റ് ഒരു വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ, അതൊരു സജഷൻ അവിടെ നിന്ന് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും string.xml ആയിരിക്കണം ആ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റർവ്യൂവിനൊക്കെ ചെയ്യുമ്പോഴേക്കും അവർ നിങ്ങൾ ഹാർഡ് കോഡഡ് ആയിട്ട് ഈ XML ലെവലിൽ തന്നെ ഈ ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഒട്ടും നിങ്ങളിൽ എന്താ പറയുക, ഒരു കോഡിങ് സ്കില്ല് ഇല്ലെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് ഹാർഡ് കോഡഡ് വേയാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ കൂൾ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ 0 കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷോ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. നമുക്ക് ഈ ബട്ടൻ്റെ നെയിം വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി ഞാൻ മെയിൻ ആക്ടിവിറ്റി .kt എന്ന് പറയുന്ന ഫയലിൽ വരുന്നു. ഓക്കെ, ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്യുന്നു. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത്, അതും ഞാൻ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഈ മെയിൻ ആക്ടിവിറ്റിയിൽ വന്ന ശേഷം ഞാനിതെല്ലാം റിമൂവ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൈവറ്റ് var counter = 0 എന്ന ഒരു വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതായത് ഇതിൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ വരിക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇതിനെ റെഫർ ചെയ്യുകയാണ്. ഞാൻ പോസ് ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് വ്യൂ ബൈൻഡിങ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വ്യൂ ബൈൻഡിങ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും, കൗണ്ടർ ടെക്സ്റ്റ് അല്ലേ =binding .txt ഹലോ. ഞാനത് റെഫർ ചെയ്തു. ഇനി ഓൾറെഡി നമ്മുടെ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻ്റ് ഇവിടെ പറഞ്ഞ് നൽകിയിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്, കൗണ്ടർ ഇൻക്രീസ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, കൗണ്ടർ = കൗണ്ടർ +1 എന്ന് നൽകിയാൽ മതി. നമുക്കത് ഷോർട്ടായിട്ട് എങ്ങനെ നൽകാൻ സാധിക്കും, കൗണ്ടർ +1 എന്ന് നൽകിയാൽ മതി. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണ്, കൗണ്ടർ +1 എന്നാണ്. ഓക്കെ, അത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ജാവയോ C++ലും ഒക്കെ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കൗണ്ടർ ടെക്സ്റ്റ് അല്ലേ, കൗണ്ടർ ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കൗണ്ടർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കൗണ്ടർ എന്ന് നൽകി. ഇവിടെ പ്രശ്നമാണ്, എന്താണ് കൗണ്ടർ എന്ന് പറയുന്നത്, എന്താണ് ഒരു ഇൻറ്റീജർ ടൈപ്പ് വാല്യൂ ആണ്. അതിന് ഒരിക്കലും സ്ട്രിങ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിലേക്ക് എനിക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, string എന്ന് നൽകുക. ഓക്കെ കൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്യാം. ഞാൻ ഇവിടെ Pixel 2 വിത്ത് Pi ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എമുലേറ്റർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഷോ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്, നമ്മുടെ കൗണ്ടർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിളാണല്ലേ. നമ്മൾ വ്യൂ ബൈൻഡിങ് പഠിച്ചു, ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എങ്ങനെ റീപ്ലേസ് ചെയ്യാം വ്യൂ ബൈൻഡിങ് വെച്ചിട്ട് എന്ന് നമ്മൾ പഠിച്ചു. നമ്മളിപ്പോൾ വ്യൂ ബൈൻഡിങ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രശ്നം ഞാൻ പറയാം. ഞാനിത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വാല്യൂ 0 ആയി മാറിയിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേറ്റ് കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോർട്രേറ്റ് മോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ലാൻഡ്സ്കേപ്പിലേക്ക് വരുമ്പോഴേക്കും ആ വാല്യൂസ് എല്ലാം ചേഞ്ച് ആകുന്നു. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വളരെ ഫെയിലിയറായി മാറും. അത് മനസ്സിലാക്കിയിരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ, നിങ്ങൾ ആൻഡ്രോയിഡ് ഡെവലപ്പറിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കാനുള്ള പ്രധാന ക്വസ്റ്റ്യനാണ് കോൺഫിഗറേഷൻ ചേഞ്ചസ്. ഇവിടെയാണ് വ്യൂ മോഡൽ കോൺഫിഗറേഷൻ ചേഞ്ചസ് ഒക്കെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അടുത്ത ലെസണിൽ നമ്മൾ ജെറ്റ് പാക്കിൻ്റെ ഭാഗമായ വ്യൂ മോഡലായിരിക്കും പഠിക്കാനായിട്ട് പോകുന്നത്. കീപ് വാച്ചിങ് അവർ വീഡിയോസ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാം.